അഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിലെ നെക്സ്റ്റ് ടോപ്പിക് ക്യാരക്ടർ ആൻഡ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ്. ടെക്സ്റ്റിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് ക്യാരക്ടർ അല്ലെങ്കിൽ പാരഗ്രാഫ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ബേസിക്കലി നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും സെയിം ബോക്സ് തന്നെയായിരിക്കും വരിക. അതിൽ 2 ടാബായിട്ട് ക്യാരക്ടറും പാരഗ്രാഫും ഉണ്ടാവും. ഈ ക്യാരക്ടറിലും പാരഗ്രാഫിലുമുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് തന്നെയാണ് ഈ മുകളിലായിട്ട് കാണിച്ചേക്കുന്നത്. അതിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഓരോ ലെറ്ററിനെയും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിൻ്റെ പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ഫോണ്ട് കളർ, ഫോണ്ട് സൈസ്, ഫോണ്ടിൻ്റെ വെയ്റ്റ്, മുകളിൽ വന്ന ഈ കാര്യങ്ങളൊക്കെ ക്യാരക്ടറിൻ്റെ പാർട്ടാണ്. മുകളിലുള്ള ഈ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ക്യാരക്ടറിൻ്റെ വിൻഡോയിലും കാണാനായിട്ട് സാധിക്കും. ഇവിടെ ചേഞ്ച് ചെയ്താലും അവിടെ ചേഞ്ച് ചെയ്താലും സെയിം റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിൽ ലൈൻ ഹൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ലൈൻ ഹൈറ്റ് എന്ന് പറയുന്നത് 2 ലൈൻസ് തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ചില ഡിസൈനിൽ ആ ഡിസൈൻ തന്നേക്കുന്നതനുസരിച്ച് നമുക്ക് ലൈൻ്റെ ഹൈറ്റ് ചിലപ്പോൾ കുറച്ചിടേണ്ടി വരും, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൂട്ടിയിടേണ്ടി വരും. ആ ചേഞ്ച് നമുക്കിവിടെ ചെയ്യാം. ഇത് ഓട്ടോ എന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഹൈറ്റ് എത്ര വരണമെന്ന് ഫോട്ടോഷോപ്പ് തന്നെ ഡിസൈഡ് ചെയ്തിട്ട് അവിടെ ആ വാല്യൂ കൊടുത്തോളും. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ 2 ക്യാരക്ടർ തമ്മിലുള്ള സ്പേസ് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് അടുത്ത ലെറ്ററിലേക്ക് ആ കൊടുക്കുന്ന ഗ്യാപ്പായിരിക്കും വരിക. നെക്സ്റ്റ് ടി എന്നുള്ള ഐക്കൺ കാണുന്ന ഈ 2 ഓപ്ഷൻസ് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫോണ്ട് സൈസ് കൂട്ടുന്നതിന് പകരം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാതിരിക്കണതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറേ ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടായിരിക്കും ഈ ഫോണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. അതായത് അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ വിഡ്ത്ത്, അത് 2 ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ്, ഇതൊക്കെ ഒരു ഫിക്സഡ് റേഷ്യോ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയേക്കുക. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഈ ഗൈഡ് ലൈൻസ് എന്താണെന്ന് അറിയാതെ ഈ ഫോണ്ടിൻ്റെ വിഡ്ത്തും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് വായിക്കുന്ന ആളുകൾക്ക് ഇത് റീഡ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഈ വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയണം ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈനിൽ ഇത് ഓക്കെ ആയിട്ട് വരുമല്ലോ എന്നുള്ളത്. ഓക്കെ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചേഞ്ചസ് ഒക്കെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈറ്റും വിഡ്ത്തും റേഷ്യോ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ക്യാരക്ടറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ അടിയിലുള്ള ഐക്കൺസ് ആണ്. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബോൾഡ് ആകും. നമ്മുടെ ഫോണ്ടിൽ ബോൾഡ് സപ്പോർട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ചെന്നും ഇത് ചേഞ്ച് ചെയ്യാം. അതാണ് പ്രോപ്പറായിട്ടുള്ള മെത്തേഡ്. പക്ഷേ നമ്മുടെ ഫോണ്ടിൽ ബോൾഡായിട്ടുള്ള ഫോണ്ട് വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടും വെയിറ്റ് ആഡ് ചെയ്യാവുന്നതാണ്, അതായത് ബോൾഡ് ആക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള സ്ലാൻഡിങ് ആയിട്ടുള്ള ടീയുടെ ഐക്കൺ ഇറ്റാലിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റാലിക്സ് ഉള്ള ഫോണ്ടിൽ നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ ഇറ്റാലിക്സ് ആയിട്ടുള്ള ടൈപ്പ് ഫേസ് ഇല്ലാത്ത ഫോണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇറ്റാലിക് രീതിയിലേക്ക് ഇത് കൊണ്ടുവരും. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്ന 2 ടീയുള്ള ഈ ഐക്കൺ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തേക്കുന്നതിൽ എത്രയൊക്കെ സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടോ അതിനൊക്കെ ക്യാപിറ്റൽ ആക്കും. അതിനടുത്ത് കിടക്കുന്ന ഐക്കണും സെയിം കാര്യമാണ് ചെയ്യണത്, സ്മോൾ ലെറ്ററിനെ ക്യാപിറ്റൽ ആക്കും. പക്ഷേ ക്യാപിറ്റൽ ആകുന്ന സ്മോൾ ലെറ്ററിൻ്റെ ഹൈറ്റ് ആക്ച്വൽ ക്യാപിറ്റൽ ലെറ്ററിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ വ്യത്യാസം കാണാം. ഈ L ക്യാപിറ്റൽ ആയിരുന്നു, അത് വലുതാണ്. അതിനുശേഷമുള്ള സ്മോൾ ലെറ്റേഴ്സൊക്കെ ക്യാപിറ്റൽ ആയെങ്കിലും അതിൻ്റെ സൈസ് Lനേക്കാൾ ചെറുതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ x⁻1 അല്ലെങ്കിൽ x⁻2 പവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതില്ലേ, ഒരു ലെറ്ററിൻ്റെ മുകളിൽ മറ്റൊരു ലെറ്റർ എഴുതുന്നതിനാണ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ആ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റ് വരുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ്. സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് താഴത്തേക്കായിരിക്കും കൊണ്ടുവയ്ക്കുക. അതിനുശേഷം വരുന്ന ഓപ്ഷൻ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു വേർഡ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊരു അണ്ടർലൈൻ വരും. അതേപോലെ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു വേർഡ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളൊരു വേർഡ് വെട്ടിക്കളഞ്ഞതുപോലെ. അപ്പോൾ ക്യാരക്ടറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് പാരഗ്രാഫ് ടാബിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യം നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ പാരഗ്രാഫ് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഈ കാണുന്നത് നമ്മൾ നേരത്തെ നോക്കിയതാണ്, ലെഫ്റ്റ് അലൈൻ, റൈറ്റ് അലൈൻ, സെൻറ്റർ അലൈൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ജസ്റ്റിഫൈ ആണ്. ജസ്റ്റിഫൈ എന്ന് പറയുമ്പോൾ അലൈൻമെൻറ്റ് പോലെ തന്നെയാണ്. പക്ഷേ അലൈൻമെൻറ്റിൽ ഒരു ലൈനിൻ്റെ അവസാനം എത്തുമ്പോൾ നെക്സ്റ്റ് വേർഡിന് അവിടെ കിടക്കാനുള്ള ഗ്യാപ്പില്ല, അതായത് അവിടെ പ്ലേസ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല, സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ആ വേർഡ് നെക്സ്റ്റ് ലൈനിലേക്ക് മാറും.
ബാക്കി എത്രത്തോളം സ്പേസ് ആ ലൈനിലുണ്ടോ അതൊക്കെ അവിടെ എക്സ്ട്രാ സ്പേസ് ആയിട്ട് കിടക്കും. അതേസമയം ജസ്റ്റിഫൈയിൽ ഈ എക്സ്ട്രാ സ്പേസ് ഇവരെടുത്തിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ വേർഡിന് ശേഷവും ആഡ് ചെയ്യും. അതായത് ഒരു ലൈൻ എൻഡ് ചെയ്യുന്നത് നമ്മുടെ കണ്ടെയ്നർ എവിടെയാണോ അവിടെയായിട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ടന്റിന് വിഷ്വലി ഒരു ബെറ്റർ ലുക്ക് കിട്ടും. അതായത് കറക്റ്റ് എക്സാക്റ്റ് ഒരു വര വരച്ചിട്ട് ആ വരയിലായിരിക്കും എല്ലാ ലൈൻസും വന്ന് എൻഡ് ചെയ്യുന്നത്. അതേസമയം ഓരോ ലൈനിനും വേർഡ്സ് തമ്മിലുള്ള ഗ്യാപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. ഒരു ലൈനിൽ എത്ര വേർഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ഫ്രീ സ്പേസ് ബാക്കിയുണ്ട് എന്നനുസരിച്ചിരിക്കും ഓരോ വേർഡും തമ്മിലുള്ള ഗ്യാപ്പ് വരുന്നത്. പക്ഷേ വേർഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ റീഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ജസ്റ്റിഫൈ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റീഡബിലിറ്റി പോകുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. സാധാരണ രീതിയിൽ പുതിയ ഡിസൈനേഴ്സ് കോമൺ ആയിട്ട് വരുത്തുന്നൊരു മിസ്റ്റേക്കാണിത്. നെക്സ്റ്റ് കേസ് എന്താന്ന് പറഞ്ഞാൽ, ഇനി ലാസ്റ്റ് ലൈനിൽ 1-2 വേർഡ്സ് മാത്രമുള്ളൂ, അതായത് ഫുൾ ലെങ്ത് എത്താനുള്ള വേർഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റിഫൈ ഏത് ലെഫ്റ്റോ റൈറ്റോ സെൻറ്ററോ കൊടുത്താലും ഈ വേർഡ്സ് തമ്മിലുള്ള ഗ്യാപ്പിന് വ്യത്യാസം വരില്ല. ബാക്കിയുള്ള ലൈൻസിലൊക്കെ അങ്ങനെ വരുമെങ്കിലും ലാസ്റ്റ് ലൈനിൽ എക്സ്ട്രാ സ്പേസ് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യില്ല. അതും ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കിടക്കുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ വരുന്ന സ്പേസ് ലാസ്റ്റ് ലൈനിലും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള വേരിയബിൾസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ലെഫ്റ്റ് പാഡിംഗ് ആണ്. അതായത് നമ്മുടെ കണ്ടെയ്നറിൽ നിന്നും ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമായിരിക്കും ഈ ടെക്സ്റ്റ് വരുന്നത്. അതിനെയാണ് പാഡിംഗ് എന്ന് പറയുന്നത്. അതേപോലെ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഫസ്റ്റ് ലൈനിന് മാത്രം എക്സ്ട്രാ പാഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പല മാഗസീൻസിലും ന്യൂസ് പേപ്പറിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും, ആദ്യത്തെ ലൈനിനെ ബാക്കിയുള്ള ലൈനിനേക്കാളും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കൂടുതൽ സ്പേസ് ഉണ്ടാവും. അത് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മൾ ലെഫ്റ്റ് പാഡിങ് കൊടുത്ത പോലെ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലും പാഡിങ് കൊടുക്കാനായിട്ട് സാധിക്കും. പാഡിങ് വാല്യൂ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഇടാം. നെഗറ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബൗണ്ടറിക്ക് പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ലൈൻ പോകും. അതിൻ്റെ താഴെയുള്ള 2 വേരിയബിൾ ഒരു പാരഗ്രാഫിന് മുമ്പും പാരഗ്രാഫിന് ശേഷവും സ്പേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്തേക്കുന്നതിൽ ഒരൊറ്റ പാരഗ്രാഫുള്ളൂ, നമ്മൾ എൻ്റർ കീ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ചേഞ്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഒന്നിലധികം പാരഗ്രാഫ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് അവിടെ വരും.